മൂന്നാറിൽ ടൂറിസ്റ്റായി എത്തിയ യുവതിയെ ഭീഷണിപ്പെടുത്തിയ ഡ്രൈവേഴ്സിന്റെ ലൈസൻസ് സസ്പെൻഡ് ചെയ്ത് മോട്ടോർ വാഹന വകുപ്പ്. മൂന്നാറിലെ ടാക്സി ഡ്രൈവേഴ്സായ വിനായകൻ, വിജയകുമാർ, അനീഷ് കുമാർ എന്നിവരുടെ ലൈസൻസാണ് സസ്പെൻഡ് ചെയ്തത്. രാഹുൽ വിജയൻ കട്ടപ്പനയിൽ ചേരുന്ന കൂടുതൽ വിവരങ്ങളുമായി. രാഹുൽ, ഈ സംഭവത്തിൽ നടപടികൾ ഇങ്ങനെ തുടർന്നുകൊണ്ടേയിരിക്കുകയാണ്. അതിന്റെ ഏറ്റവും അവസാനത്തെ കാര്യമാണ് ഇപ്പോൾ സംഭവിച്ചത്. ഡ്രൈവേഴ്സിന്റെ ലൈസൻസ് സസ്പെൻഡ് ചെയ്തിരിക്കുന്നു. എന്താണ് വിവരങ്ങൾ? പ്രജിൻ, ഈ വിനോദസഞ്ചാരിയായ യുവതിയെ ഭീഷണിപ്പെടുത്തിയ സംഭവത്തിൽ നടപടി കടുപ്പിക്കുമെന്ന് പോലീസ് നേരത്തെ അറിയിച്ചിരുന്നു. ഈ ഡ്രൈവർമാർക്ക് ഗുരുതരമായിട്ടുള്ള വീഴ്ച സംഭവിച്ചു, അവരുടെ ഭാഗത്തുനിന്ന് മോശം പെരുമാറ്റം ഉണ്ടായി എന്നതടക്കമുള്ള കാര്യങ്ങൾ പോലീസ് കണ്ടെത്തി. മാത്രമല്ല, ഈ ടാക്സി ഡ്രൈവർമാരായിട്ടുള്ള ആളുകൾ ചെയ്യാൻ പാടില്ലാത്ത വിധത്തിലുള്ള പ്രവർത്തികൾ ഉണ്ടായി എന്നതടക്കമുള്ള കാര്യങ്ങൾ പോലീസ് കണ്ടെത്തിയിരുന്നു. ഇത് അനുസരിച്ച് മോട്ടോർ വാഹന വകുപ്പിന് ഇവർ ഒരു ശുപാർശ കത്തും നൽകിയിരുന്നു. ഈ മൂന്ന് ഡ്രൈവർമാരുടെ ലൈസൻസ് റദ്ദ് ചെയ്യണം എന്നതടക്കമുള്ള കാര്യങ്ങൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ടായിരുന്നു ശുപാർശ നൽകിയത്. അത് അംഗീകരിച്ചുകൊണ്ടാണ് മോട്ടോർ വാഹന വകുപ്പ് ഇപ്പോൾ എന്തായാലും ഇത്തരമൊരു നടപടിയിലേക്ക് പോയിരിക്കുന്നത്. 3 ഡ്രൈവർമാരുടെയും ലൈസൻസ് റദ്ദ് ചെയ്തിട്ടുണ്ട്. മാത്രമല്ല, ഈ സംഭവം നടക്കുന്ന സമയത്ത് 2 ടാക്സി കാറിലും അതുപോലെ തന്നെ ഒരു ഇരുചക്ര വാഹനത്തിലുമാണ് ഈ ഡ്രൈവർമാർ 3 പേരും എത്തിയത്. ആ വാഹനങ്ങളുടെ പെർമിറ്റ് റദ്ദ് ചെയ്യുന്ന അടക്കമുള്ള കാര്യങ്ങളിലേക്ക് മോട്ടോർ വാഹന വകുപ്പ് കടക്കും എന്നുള്ളതാണ് ഈ ഘട്ടത്തിൽ മനസ്സിലാക്കാൻ കഴിയുന്നത്. കേരളത്തിന് തന്നെ നാണക്കേടുണ്ടാക്കിയ സംഭവമായിരുന്നു. മുംബൈ സ്വദേശിയായിട്ടുള്ള ജാൻവി കഴിഞ്ഞ മാസം 30-ന് മൂന്നാറിലെത്തിയപ്പോൾ വളരെ മോശമായിട്ടുള്ള അനുഭവം നേരിടേണ്ടി വന്ന സംഭവം. യൂബർ ടാക്സി വിളിക്കുന്നതുമായി ബന്ധപ്പെട്ട തർക്കമായിരുന്നു ഈ പ്രശ്നങ്ങൾക്കെല്ലാം കാരണം. യൂബർ ടാക്സിയിൽ പോകാൻ കഴിയില്ല, മൂന്നാറിൽ നിന്നുള്ള ടാക്സി വിളിക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ടാണ് 3 ഡ്രൈവർമാർ അവിടെ എത്തുകയും വലിയ തരത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കുകയും ഈ യുവതിയെയും അതുപോലെ തന്നെ വാഹനത്തിലുണ്ടായിരുന്ന മറ്റാളുകളെയും ഡ്രൈവറെയും തടഞ്ഞു വെക്കുകയും ചെയ്തത്. പിന്നീട് യുവതി സമൂഹ മാധ്യമങ്ങളിൽ പങ്കുവച്ച ദൃശ്യങ്ങളുടെ വീഡിയോയുടെ അടിസ്ഥാനത്തിലാണ് മൂന്നാർ പോലീസ് കേസെടുക്കുകയും 2 പോലീസുകാർക്ക് നേരത്തെ സസ്പെൻഷൻ ഉൾപ്പെടെയുള്ള നടപടികളിലേക്ക് പോവുകയും ചെയ്തത്. രാഹുൽ വിജയനാണ് കട്ടപ്പനയിൽ വിശദാംശങ്ങൾ നൽകിയത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.